ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഓഗസ്റ്റ് മാസത്തിൽ നടത്താൻ പോകുന്ന കേരള സ്റ്റേറ്റ് കയർ ബോർഡ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള അക്കൗണ്ടൻറ്റ് ഗ്രേഡ് 3 എക്സാംസിനെ കുറിച്ചാണ്. അപ്പോൾ അക്കൗണ്ടൻറ്റ് ഗ്രേഡ് 3യുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈമാണ്. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ എക്സാമിൻ്റെ കൂടുതൽ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ്. ഫ്രൈഡേ ആണ് എക്സാം വരുന്നത്. എക്സാം ഓൺലൈൻ ഓർ OMR എക്സാമിനേഷൻ ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ കൺഫർമേഷൻ എടുക്കാനുള്ള ടൈമാണ് ഇപ്പോൾ മെയ് 23 മുതൽ ജൂൺ 11 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാനുള്ള കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിന് അപേക്ഷിച്ചിട്ടുള്ളത് മൊത്തമായിട്ടും 3337 പേരാണ്. അപ്പം വളരെ കുറച്ച് പേര് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ ഈ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം 2023 വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 130/2023 എക്സാം നടക്കുന്നത്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 27,500 മുതൽ 57,687 രൂപ വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് കൊടുത്തിട്ടുള്ള ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയിലേക്കാണ് കേരള PSC ഈ ഒരു എക്സാം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ കോമേഴ്സും അതുപോലെ തന്നെ ഇക്വാലൻ്റ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ കോമേഴ്സ് ഓർ ഇക്വാലൻ്റ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പം കോമേഴ്സിൽ ഡിഗ്രി അല്ലെങ്കിൽ ആ കോമേഴ്സിന് ഡിഗ്രിയിൽ തുല്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നോട്ട് ലെസ് ദാൻ 3 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലിമിറ്റഡ് കമ്പനി ഓഫ് റെപ്യൂട്ടഡ് ഫേം. അപ്പോൾ റെപ്യൂട്ടഡ് ഫേമിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലെ അക്കൗണ്ടൻ്റ് ആയിട്ട് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ 3 വർഷത്തിൽ കുറയാതെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഈ ഒരു എക്സാം അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കൺഫർമേഷൻ വന്നപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ ഒരു എക്സാം നമുക്ക് അയക്കാൻ പറ്റാതിരുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. അപ്പോൾ 3 വർഷത്തെ എക്സ്പീരിയൻസ് കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എക്സാമിൻ്റെ സിലബസ് നോക്കാം. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പുതിയ സിലബസ് പ്രകാരമുള്ള കോഴ്സ് നമ്മുടെ LLC അക്കാഡമി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് ഈ ഒരു സിലബസ് പ്രകാരമുള്ള എല്ലാ ക്ലാസ്സുകളും ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും LLC അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിൽ 10 മൊഡ്യൂളുകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതമാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 1 അക്കൗണ്ടിങ് ആണ് വരുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് വരെ സോൾ ട്രേഡറുടെ അക്കൗണ്ട്സുകൾ ബേസിക് മുതൽ സോൾ ട്രേഡ് പാർട്ട്ണർഷിപ്പ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിൽ 10 മൊഡ്യൂളുകളായിട്ടാണ് ടോപ്പിക്കുകൾ പറയുന്നത്. ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് മുതൽ സോൾ പ്രൊപ്രൈറ്ററുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് വരെ, അതിനുശേഷം പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്, അഡ്മിഷൻ, ഡിസൊല്യൂഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻസോൾവൻസി പറയുന്നുണ്ട്. അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻറ്റ് പറയുന്നുണ്ട്. പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് യൂസേജ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഇത്രയാണ് അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻസ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് മുതലുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്, റിസീവബിൾ മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഡിവിഡൻഡ് പോളിസീസ്, ഫോംസ് ഓഫ് ഡിവിഡൻറ്റ്, ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻറ്റ്, തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്സ്, സ്റ്റോക്ക് റീപർച്ചേസ്. ഇത്രയും കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്നുണ്ട്. അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ട്. അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ്. ദെൻ അക്കൗണ്ടിങ് ഫോർ ഓവർ ഹെഡ്, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് മാനേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ദെൻ മൊഡ്യൂൾ 4 മാനേജ്മെൻറ്റ് ആണ്. 10 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. നാച്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്, സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ് ആൻഡ് തിയറീസ്, മോട്ടിവേഷൻ ആൻഡ് തിയറീസ്, TQM. ഇത്രയാണ് വരുന്നത്. നെക്സ്റ്റ് 10 മാർക്കുള്ള 5ാമത്തെ മൊഡ്യൂൾ മാനേജറിയൽ എക്കണോമിക്സ് ആണ്. ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെൻറ്റ്,
ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസസ്, ബിസിനസ് സൈക്കിൾ. ഇത്രയാണ് മാനേജറിയൽ എക്കണോമിക്സിൽ വരുന്നത്. ദെൻ കമ്പനി ലോ ആണ്. ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, കമ്പനി മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിൻമെൻറ്റ്, ഫംഗ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ബോർഡ് കമ്മിറ്റീസ്, ഓഡിറ്റ് കമ്മിറ്റി, ബോർഡ് മീറ്റിംഗ്, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി, ആനുവൽ റിട്ടേൺ, വൈൻഡിങ് അപ്പ്, വോളണ്ടറി വൈൻഡിങ് അപ്പ് ബൈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, വൈൻഡിങ് അപ്പ് ബൈ ലിക്വിഡേറ്റേഴ്സ്, പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ. ഇത്രയാണ് കമ്പനി ലോയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ 7 ആണ്. 10 മാർക്സിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫൈനാൻഷ്യൽ സിസ്റ്റം മാർക്കറ്റ്സ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്, സ്ട്രക്ചർ ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രൈമറി മാർക്കറ്റ്, മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ, പബ്ലിക് ഇഷ്യൂ, IPO, FPO, പ്രൊസീജിയർ ഓഫ് പബ്ലിക് ഇഷ്യൂ, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്, സെക്കൻഡറി മാർക്കറ്റ്, ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡിമെറ്റലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ, BSE, NSE, ലിസ്റ്റിംഗ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ മൊഡ്യൂൾ 8 ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ് വരുന്നത്. 10 മാർക്കാണ്. ഇൻകം ടാക്സ് ബേസിക് കോൺസെപ്റ്റ്സ്, അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, പേഴ്സൺ അസസ്സി, ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം, റേറ്റ്സ് ഓഫ് ടാക്സ് അപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ അസസ്സി, ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ്, ടാക്സ് പ്ലാനിങ്, ഇൻകം ടാക്സ് റിട്ടേൺ. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 8 വരുന്നത്. ദെൻ നെക്സ്റ്റ് 9th മൊഡ്യൂളാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആണ്. മാർക്കറ്റിംഗ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്, കൺസ്യൂമർ ബിഹേവിയർ, പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻസ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, പ്രൊഡക്റ്റ് മീനിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ്, കോൺസെപ്റ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ഐറ്റം, product line and product mix, production life cycle, stages of PLC, promotion, concept of push and pull mix, types of promotion, advertising, personal selling, sales promotion and public relation. ഇത്രയും കാര്യങ്ങളാണ് 9th മൊഡ്യൂളിൽ വരുന്നത്. ദെൻ 10th മൊഡ്യൂളിൽ വരുന്നത് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിംഗ് പ്രോസസ്സ്, ഇൻറ്റേർണൽ ചെക്ക്, പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ്, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്രോസസ്സ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റ് ഫയൽസ്, internal control, internal check, watching and verification, auditors of joint stock companies, investigation versus auditing. അപ്പോൾ ഇത്രയാണ് 10 മൊഡ്യൂളുകളായി പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മൾ LLC അക്കാഡമി ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും LLC അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൽ ഈ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് LLC അക്കാഡമി ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്